ബി.ഫാമൊക്കെ കഴിഞ്ഞ് നാട്ടിലുള്ള ഹോസ്പിറ്റൽ ഫാർമസീസിലൊക്കെ വർക്ക് ചെയ്ത് കാലം ഇങ്ങനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ വരുന്ന സകലമാന ഹെൽത്ത് കെയർ റിലേറ്റഡ് ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഫാർമസിസ്റ്റ് ആയിട്ടുള്ള നമ്മളായിരിക്കും. ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് മരുന്ന് മേടിച്ച് വന്നാലും നമ്മൾ അപ്രൂവൽ ഇല്ലാണ്ട് ഇതൊന്നും ഇവർ തിന്നൂല. അങ്ങനെയും കൂടിയുണ്ട്. ഏതായാലും വേണ്ടിയില്ല, ഖത്തറിലേക്കുള്ള ജോലി സെറ്റായപ്പം അങ്ങോട്ട് പറന്ന് അവിടെ എത്തി. കോട്ടക്കെട്ട് ഫാർമസിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു വിളി, ഡോക്ടൂറാന്ന്. നമുക്ക് ആദ്യം ചെറുതായിട്ടൊരു ഡൗട്ട് വരും, ഇനി ഇവരെങ്ങാനും കളിയാക്കി വിളിക്കുന്നതാണോ എന്നൊക്കെ. പിന്നെ ഇവിടുത്തെ രീതി ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി കാലം മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു സമയത്താണ് ചെറുതായിട്ടൊന്ന് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നെക്കോളം ബുദ്ധി മൂപ്പരിക്കുണ്ടെന്ന്. പിന്നെ സംശയങ്ങളൊക്കെ ചെറുതായിട്ട് വഴിമാറി മൂപ്പരടുത്തേക്ക് പോകാൻ തുടങ്ങി. മൂപ്പരൊരു ഇൻവെർട്ടർ ആയതുകൊണ്ട് ഫീൽഡിൽ പിന്നെയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷെ സംഭവിച്ചത് അതൊന്നുമല്ല ഗൈസ്. എൻ്റെ അനിയത്തി പഠിച്ച് MBBS ജോയിൻ ചെയ്തു. ശരിക്കുള്ള ഡോക്ടറെ കിട്ടിയപ്പോൾ ഈ ഡൂക്കിലെ ഡോക്ടറെ അവർ മറന്നു കളഞ്ഞു. എല്ലാവരും എന്നെ ഒഴിവാക്കി. എനിക്ക് സങ്കടമൊന്നുമില്ല, ശരിക്കും സങ്കടമൊന്നുമില്ല.